ഉള്ളതല്ല സ്വർഗം എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തേത് നമസ്കാരം. അതിന്റെ വിഷയത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും കണിശത പുലർത്തേണ്ടതുണ്ട്. ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഫ്താഹുൽ ജന്നതി അസ്സലാ. സ്വർഗ്ഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് അത് നിസ്കാരം. താക്കോലില്ലാതെ പിന്നെ അവിടെ പോയിട്ട് എന്താ കാര്യം? വണ്ടി പാർക്കിങ്ങിലാണ്, താക്കോൽ ഇവിടെ നിർത്തിട്ടില്ല, അവിടെ പോയിട്ട് എന്താ കാര്യം? ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചിട്ട് പോകേണ്ടി വരും. പക്ഷെ സ്വർഗത്തേക്ക് അങ്ങനെ പോയാൽ പിന്നെ തിരിച്ചു വരാനുള്ള ഓപ്ഷൻ ഇല്ല. തിരിച്ചു ഭൂമിക്ക് വന്നിട്ട് ആ താക്കോൽ എടുത്ത് പോവുക, കുറെ നിസ്കരിച്ചിട്ട് ആ താക്കോലിട്ട് പോവുക, അതില്ല. ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകണം. ആ കൊണ്ടുപോകാനുള്ള നമസ്കാരം അത് കൃത്യമായി ഇഖ്ലാസോടുകൂടി നിർവഹിക്കാൻ കഴിയാവുന്നതാണ്. ആരും കാണിക്കാനോ ആരും ബോധ്യപ്പെടുത്താനില്ല. ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ള സംസാരത്തിലാണ്. ഫാത്തിഹന്റെ ഓരോ ആയത്തോടുമ്പോഴും എൻ്റെ റബ്ബിനോട് സംസാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നൊക്കെ ഓടുമ്പോൾ മജ്ജദനി അബ്ദി അത്ന അലയ്യ അബ്ദി എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബിനോട് തിരിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ള സംസാരത്തിലാണ്. ആ ബോധ്യത്തോടു കൂടി നമുക്ക് നിസ്കരിക്കാൻ കഴിയണം. എങ്കിൽ ആ താക്കോൽ നമുക്ക് കിട്ടി, അത് കയറാനുള്ള താക്കോല് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ റസൂൽ കൊണ്ട് പറഞ്ഞു നിസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് അത് വുദൂആണ്. വുദൂഇല്ലാതെ നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. പലപ്പോഴും പല ആളുകൾ കൊണ്ട് പകുതിക്കത്ത് വുദൂ പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു വരാൻ ആൾക്കാർ എന്താ വിചാരിക്കുക? ഒന്നും വിചാരിക്കാനില്ല. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരാനാണ് പറഞ്ഞത്. വുദൂഇട്ട് വലിയ ബോർഡ് നിസ്കരിക്കും. ചില ആളുകൾ അത് മെല്ലെ ഇങ്ങനെ ആദ്യം അറിഞ്ഞിട്ടില്ല, ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അള്ളതൊന്നും അറിയില്ല, ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് മെല്ലെ അവരുടെ കൂടെ സലാം വെട്ടി പിന്നെ പോയിട്ട് ഒതുർത്ത് അപ്പുറത്ത് പോയിട്ട് മെല്ലെ പോയിട്ട് നിസ്കരിക്കും. ആരെ കാണിക്കാൻ, ആരെ കബളിപ്പിക്കാൻ? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം, ഞാൻ ചെയ്യുന്ന ഓരോ ഇബാദത്തും ഇവ ചെയ്യില്ല, ഇമാന്റെ വെച്ച് ഉദ്ദേശിച്ചു. വേറൊന്നും എനിക്ക് അതിൻ്റെ വലിയ ലക്ഷ്യമില്ല, വേറൊരു ലക്ഷ്യമില്ല. ആരുടെ സർട്ടിഫിക്കറ്റോ ആരുടെ കയ്യടി എനിക്ക് അതിന് വേണ്ടതില്ല. അതുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയം അത് സ്വർഗത്തിലേക്കുള്ള താക്കോലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ സ്വല്ലൽ ബർദൈനി ദഖൽ ജന്ന. ആരെങ്കിലും ബർദൈൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു. അതായത് ഫജ്റും അസ്റും, ഈ രണ്ട് നിസ്കാരങ്ങൾ ആളുകൾ ഉറങ്ങിപ്പോകാനും അലസത കാണിക്കുന്നതുമായ രണ്ട് നിസ്കാരങ്ങളാണ്. ഇത് കൃത്യമായിട്ട് നിസ്കരിച്ചു. എന്നാൽ അതിനർത്ഥം ബാക്കി അസ്ർ വേണ്ട, മഗ്രിബ് വേണ്ട, ളുഹർ വേണ്ട എന്നല്ല. ഈ വിഷയത്തിൽ ആളുകൾ അശ്രദ്ധമാകുന്ന ഉറങ്ങിപ്പോകുന്ന വിഷയത്തിൽ നമ്മൾ കൃത്യത കാണിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ അഅദ്ദല്ലാഹു ലഹു നുസൂലുഹു മിനൽ ജന്ന കുല്ലമാ ഗദാ ഔ റാഹ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ഹഫിളഹുല്ലാഹ്, അദ്ദേഹം നമ്മളെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വിരുന്നൊരുക്കിക്കൊണ്ട് നമ്മൾ വിളിക്കണം. അദ്ദേഹത്തിന്റെ അതിഥിയായിക്കൊണ്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? എത്ര സന്തോഷമായിരിക്കും അല്ലേ? ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയി. ഓരോ രാജ്യത്തു നിന്നും ഭരണാധികാരിയുടെ മലിക് സൽമാന്റെ അതിഥികളായിക്കൊണ്ട് ഹജ്ജിന് പോയ ആൾക്കാരുണ്ട്. അവരൊക്കെ അനുഭൂതി എന്തായിരുന്നു? ഒരു വിരുന്നൊരുക്കിയിട്ട് വിളിക്കാൻ. എന്നാൽ പ്രിയമുള്ളവരെ, അതിനേക്കാൾ വലിയ അനുഭൂതി നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആരെങ്കിലും രാവിലെയും വൈകുന്നേരമുള്ള നിസ്കാരം, അസ്റും അതേപോലെ തന്നെ ഫജ്റും, അത് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി അവൻ ഒരുങ്ങിയിട്ട് പോകുന്നുണ്ട് എങ്കിൽ അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ വിരുന്നൊരുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം ഒരുക്കിയിട്ട് അവന് വിരുന്നൊരുക്കുമെന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഏതൊക്കെ ദിവസം പോകുന്നുണ്ടോ അതൊക്കെ ആ ദിവസങ്ങളിലൊക്കെ അവർക്ക് അവിടെ വിരുന്നുണ്ട്. സ്വർഗത്തിൽ അവർക്ക് വേണ്ടി വിരുന്നൊരുക്കും. അള്ളാന്റെ അതിഥിയായി സ്വർഗത്തിൽ അള്ളാന്റെ വിരുന്നുകാരനായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് പ്രിയമുള്ളവരെ ജീവിതത്തിലുള്ളത്? ജീവിതത്തിൽ എന്താണ്? അതുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ കണിശത പുലർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അഞ്ചാമത് വുദൂഇന് ശേഷമുള്ള ദുആ. നമ്മൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് സ്വന്തത്തോട് ചോദിക്കേണ്ട. നമ്മൾ 5 വക്ത് നിസ്കരിക്കുമ്പോൾ ഓർക്കലുണ്ട്, പക്ഷേ വുദൂഇന് ശേഷം പ്രാർത്ഥിക്കലുണ്ടോ നമ്മൾ ആലോചിക്കാം. പ്രാർത്ഥിക്കലുണ്ടോ? ഓർത്തിട്ട് അങ്ങനെ ഒരു ഹവയില് വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് പോയി നിസ്കരിച്ചു പോലും. ഇനി പ്രാർത്ഥിക്കലുണ്ടെങ്കിൽ തന്നെ അത് മനസ്സറിഞ്ഞിട്ടാണോ എന്നുള്ളത്. ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ പോണ ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം.
മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻകും മിൻ അഹദിൻ യതവദ്ദഅ ഫയുഹ്സിനുൽ വുദൂ ثم يقول حين يفرغ من وضوئه, അതായത് ഒരാൾ ഏറ്റവും നന്നായി കൊണ്ട് വുദൂ ചെയ്യുകയും വുദൂ ചെയ്തതിന് ശേഷം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിച്ചതാണ്, ഒരാൾ വുദൂ ചെയ്തതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി തമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അവർക്ക് വേണ്ടി തുറന്നു. ആലോചിക്കുക, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ അവന് വേണ്ടി തുറക്കും. എന്നിട്ടോ യദ്ഖുലുഹു മിൻ അയ്യിഹാ ശാ, ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ, 8 ഏതിലൂടെ കടക്കാനാണോ അവർക്ക് ഇഷ്ടം അതിലൂടെ പ്രവേശിക്കാം. അവന് വേണ്ടി തുറന്നെടുക്കുന്ന, എനിക്ക് വേണ്ടി 8 കവാടം സ്വർഗത്തിന്റെ തുറക്കണമെന്ന ആഗ്രഹത്തോടുകൂടി എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തഹിരീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മനസ്സറിഞ്ഞുകൊണ്ട് ഉണ്ടെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടം തുറന്നിരുന്നത്. അതുകൊണ്ട് അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? കൃത്യത പുലർത്തുക. 6-ാമത്തത് നമ്മുടെ സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഇദാ ആദ റജുലു അഖാഹു ഔ സാറഹു ഖാല അല്ലാഹു അസ്സ വജല്ലഹു ത്വബ്ത വതാബ മംശാക വതബവ്വഅത മൻസിലതൻ ഫിൽ ജന്ന. അതായത് ഒരു തന്റെ സഹോദരനെ വിസിറ്റ് ചെയ്താൽ, സന്ദർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലെ വിശാലമുള്ള ഉള്ള് കൊള്ളയായിട്ടുള്ള മുത്തുകൊണ്ടുള്ള ഒരു വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കും. അവർ ആ സന്തോഷ വാർത്ത നിങ്ങൾ അവരെ അറിയിക്കണമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അവിടെ യാതൊരുവിധ ശബ്ദ കോലാഹലങ്ങളും ഉണ്ടാവില്ല. മുത്തുകൊണ്ടുള്ള ശബ്ദ കോലാഹലങ്ങളില്ലാത്ത ഉള്ളു കൊള്ളയായിട്ടുള്ള മനോഹരമായ ഒരു വീട് തൻ്റെ സഹോദരനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ രോഗിയായി കിടക്കുന്ന സുഹൃത്തുക്കളുണ്ട്, മറ്റു പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. ഒന്ന് പോയി കൊടുക്കാൻ, ഓരോന്ന് വിളിക്കാൻ, വിശേഷങ്ങൾ പറയാൻ, ചോദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. നമ്മളൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ സുഹൃത്തുക്കളുമായി നിസാരമായ കാര്യത്തിൻ്റെ പേരിൽ വാക്ക് തർക്കങ്ങൾ 2, 3, 4 ദിവസം ഉണ്ടാകുന്നു, ആഴ്ചകളോളം മാസങ്ങളോളം ഉണ്ടാകുന്നു. എന്തേ? ഒപ്പം ബിസിനസ് തുടങ്ങിയതാണ്, ബന്ധം തന്നെ വിച്ഛേദിക്കുന്ന അവസ്ഥ. ബിസിനസ് പൊട്ടും ഇതാക്കും, അതിൻ്റെതായ വർത്തമാനങ്ങളും കഴിയും. പക്ഷെ അത് വ്യക്തിബന്ധത്തെ ആഹ്റം നഷ്ടപ്പെടുന്ന രീതിയിലാക്കാൻ കഴിയും. വേറെ നിസാരമായ ഓരോ പ്രശ്നങ്ങളുടെ പേര് അങ്ങോട്ട് നോക്കിയില്ല, അങ്ങോട്ട് ചെയ്തില്ല, ഫോൺ എടുത്തില്ല, അതാക്കിയില്ല, ഇതാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാൻ നടക്കുന്ന എത്ര ആളുകളുണ്ട്. അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി, കടങ്ങൾ തീരാൻ വേണ്ടി, അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ തീരാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ മാറാൻ വേണ്ടി, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി, നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന മേലേക്ക് ഉയരില്ല. ബന്ധം വിച്ഛേദിച്ച ആളുകളുണ്ട്, പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് അത്തരം ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ സ്വർഗം, വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആ സ്വർഗത്തിനുള്ള വേണ്ടിയുള്ള പണികൾ നമ്മൾ എടുക്കുക. 7-ാമത്തത് പള്ളി ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൻ ബന മസ്ജിദൻ ഖാലിസൻ ലില്ലാഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ നല്ല ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പള്ളി ഉണ്ടാവുകയാണെങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് അവർക്ക് വേണ്ടി ഉണ്ടാക്കും. സ്വർഗ്ഗത്തിൽ ഒരു വീട് അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിക്കും. ചില റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും, ഒരു പ്രാവിനെ പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്രയാണ് ഒരാൾ പള്ളി ഒരുക്കുക. അയാൾക്ക് അത്ര ഉണ്ടാക്കാൻ കഴിയുള്ളൂ, എങ്കിലും അല്ലാഹു നമുക്ക് തരും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരാളെ കൊണ്ട് ഷെയ്ഖ് സുലൈമാൻ റഹീലി ഹഫിളഹുല്ലാഹ് അദ്ദേഹമൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. പലപ്പോഴും പല ആളുകളും ചിന്താഗതിയാണ് പൈസക്കാർക്ക് ഇതൊക്കെ പറ്റുള്ളൂ, നല്ല പൈസ ഉള്ളവനെ പള്ളി ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നമ്മളെ പോലത്തെ സാധാരണക്കാർക്കൊന്നും പറ്റില്ല. അത് തെറ്റായ ചിന്താഗതിയാണെന്ന് അദ്ദേഹം രൂക്ഷമായി എതിർക്കുന്നുണ്ട്. അതായത് നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത്, ഒരു പള്ളിന്റെ ആവശ്യമായി നമ്മളെ മുന്നിൽ ഒരാൾ വന്നാൽ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ഇഖ്ലാസോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ
പ്രിയമുള്ളവരെ, നമ്മുടെ നിയ്യത്ത് നന്നായിട്ടുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നു സ്വർഗത്തിലൊരു വീടാണ്. സ്വർഗത്തിലൊരു വീട്, ഒരു പള്ളി മൊത്തം എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. 1 സ്ക്വയർ ഫീറ്റ്, 2 സ്ക്വയർ ഫീറ്റ്, 5 സ്ക്വയർ ഫീറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. കൊടുക്കാൻ തയ്യാറാകുക. സ്വർഗത്തിലെ വീടാണ് നമുക്ക്. ഇവിടുത്തെ വീടെല്ലാം നശിക്കാത്തൊരു ഭവനം നമുക്ക് വേണ്ടി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. 8ാമത്തത് റവാത്തിബ് നമസ്കാരം, അത് നിർവഹിക്കുക എന്നുള്ളതാണ്. മൻ സാബറ അലാ 12 റകഅതൻ ഫിൽ യൗമി വൽ ലൈല ദഖലൽ ജന്ന. ഒരാള് രാവിലെയും വൈകുന്നേരവുമായി കൊണ്ട്, അതായത് ഒരു ദിവസം 12 റകഅത്ത് റവാത്തിബ് നമസ്കരിക്കുകയാണ് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ഖബ്ല ദുഹർ, ദുഹറിന് മുമ്പ് 4, വറകഅതൈനി ബഅദഹാ, ദുഹറിന് ശേഷം 2 റകഅത്ത്, വറകഅതൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2, വറകഅതൈനി ബഅദൽ ഇശാ, ഇശാക്ക് ശേഷം 2, വറകഅതൈനി ഖബ്ലൽ ഫജ്ർ, ഫജ്റിന് ശേഷം 2. ഇങ്ങനെ 12 റകഅത്ത് ഒരു ദിവസം നിസ്കരിച്ചാൽ ദഖലൽ ജന്ന, റവാത്തിബ് നമസ്കാരം നമസ്കരിച്ചു കഴിഞ്ഞാൽ അവനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയമുള്ളവരെ. നമ്മൾ ഇന്നത്തെ എടുത്തു നോക്കാം. ഇൻഷാ അല്ലാഹ് ഇശാക്ക് ശേഷമുള്ള സുന്നത്ത് കൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇന്ന് 12 റകഅത്ത് നമ്മൾ ഓർത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് നിസ്കരിച്ചിട്ടുണ്ടോ? ഇന്നലെയും മിഞ്ഞാന്നുള്ളൊക്കെ വളക്കട്ടെ, ഇന്നത്തെ കാര്യങ്ങൾ ആലോചിക്കുക. അള്ളാഹ് പറയാം 12 നിസ്കരിച്ചോളി, സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ 9ാമത്തത് തർക്കം ഒഴിവാക്കുകയാണ്. അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക മിറാഅൻ വഇൻ കാന മുഹിഖ. അതായത് തർക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരാള് മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ അവന് സ്വർഗത്തിന്റെ ചുറ്റിലും ഒരു വീടുണ്ട് എന്ന് ഞാൻ അവന് വീടിന് വേണ്ടി ഞാൻ അവന് ജാമ്യം നിൽക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരുന്നു. ഓൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ശരി, തർക്കം ഉണ്ടാവുകയാണോ? മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിന്റെ ചുറ്റിലും ഒരു വീടുകയാണ്. അതേപോലെ തന്നെ 10ാമത് കളവ് പറയാതിരിക്കണം. പലപ്പോഴും ആളുകളുടെ ഒരു ശീലം, തടി കഴിച്ചിലാക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവർ, ഒരിക്കലും പാടില്ല. അന സഈമുൻ ബിബൈത്തിൻ ഫീ വസതിൽ ജന്ന ലിമൻ തറകൽ കദിബ വഇൻ കാന മാസിഹ. അതായത് തമാശക്ക് പോലും കളവ് പറയാത്ത ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടിന് അല്ലാഹു ജാമ്യം നിൽക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വളരെ ചുരുങ്ങിയത് മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളൂ. ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് സ്വർഗപ്രവേശനത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ജീവിതത്തിൽ എത്ര എണ്ണം കൊണ്ടുവരുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കാം. ഈ 10 എണ്ണി പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന വളരെ ലളിതമായിട്ടുള്ള 10 ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒരുപാടുണ്ട്. ഈ 10 നമുക്കൊരു സൂക്ഷ്മത പുലർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഏറ്റവും നല്ലവരെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, സ്വർഗത്തിലെ ജന്നത്തുൽ ഫിർദൗസ് തന്നെ നൽകി നീ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന